ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തിരിച്ച് ദാവൺഗിരിക്ക് പോകാൻ കേട്ടോ. 2 മാസമായി വന്നിട്ടോ. ഞാൻ മാർച്ച് 31 എത്തിയതാണ്. ഇന്നിപ്പോൾ ജൂൺ 3 ഞാൻ ഇന്നാണ് തിരിച്ചു പോകുന്നത്. 2 മാസം പോയത് അറിഞ്ഞില്ല. കാരണം ഇപ്രാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടോ ഒക്കെ ആയതുകൊണ്ട് ഈ 2 മാസം പെട്ടെന്ന് പോയി എനിക്ക്. ഇനി നാളെ മുതൽ തിരിച്ചെൻ്റെ തട്ടകത്തിലെത്തുക, കുക്കിംഗ് വീഡിയോസ് ചെയ്യുക, കൺമണീനെ സ്കൂളിൽ വിടുക, ഇതൊക്കെ ആയിട്ട് ലൈഫ് കുറച്ചുകൂടി ചേഞ്ച് ആവാൻ പോവാണ്. അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. കാരണം കൺമണീൻ്റെ കാര്യത്തിൽ കുക്കിംഗ് പിന്നെ നമ്മളെപ്പോഴും മുന്നേ ചെയ്യുന്നുണ്ട്, അതെനിക്ക് അത്ര വലിയ ഇതില്ല. പക്ഷേ അങ്ങനെ ഇപ്പോൾ സമയം 9 മണിയായി. അവിടുന്ന് എനിക്ക് ഇങ്ങോട്ട് വരുന്ന ദിവസം എനിക്ക് ഉറക്കം ഉണ്ടാവാറില്ല. ഞാൻ രാത്രി ഉറങ്ങാതിരിക്കും. എന്നിട്ട് എത്ര ഉറങ്ങാതിരുന്നാലും രാവിലെ 6 മണിക്ക് മുന്നേ എഴുന്നേക്കും. അശ്വിനേക്കാളും മുന്നേ ഞാൻ എഴുന്നേക്കും. എന്നിട്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയായി. അതിന് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും അല്ല, അവിടെ നിന്ന് ഞാൻ ഏത് ട്രിപ്പ് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഞാനാണ് ആദ്യം എഴുന്നേക്കുക. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പം ലാസ്റ്റ് എഴുന്നേക്കുന്ന ആൾ ഞാനാണ്. അശ്വിൻ പിന്നെ എപ്പോഴും ഒരേ സമയത്ത് എഴുന്നേക്കുക. വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും അവനില്ല. ഒന്നിനും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാൻ പറഞ്ഞാൽ അവന് അന്ന് രാവിലെ എഴുന്നേക്കില്ല. പക്ഷേ അവൻ എപ്പോഴും ഒരു സമയം 6-6:30 അങ്ങനെ അവൻ എഴുന്നേക്കുള്ളൂ. അപ്പം അവൻ രാവിലെ ആ സമയത്ത് എഴുന്നേറ്റു. ഞാനിപ്പം 8:30 കേട്ടോ എഴുന്നേറ്റ്. ഞാൻ ഒന്നും തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് പാക്ക് ചെയ്തിട്ടൊന്നും വെക്കാറില്ല. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എല്ലാം എടുത്ത് വെച്ചു. പിന്നെ വലുതായിട്ടൊന്നും ടെൻഷനില്ല. കാരണം ഞാനിനി ഇടയ്ക്ക് ഇങ്ങോട്ട് വീണ്ടും വരും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പറ്റുമെങ്കിൽ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം വരണമെന്ന്. അപ്പം എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ചിട്ട് പോയാലും വരുമ്പോൾ എടുക്കാമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം അച്ഛൻ്റെ വണ്ടിയിൽ അതുപോലെ വെച്ചിരിക്കാം, അതിങ്ങോട്ട് എടുത്തിട്ടില്ല. പിന്നെ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അശ്വിനും കണ്ണും റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുളിക്കുക, ഡ്രസ്സ് ചെയ്യുക, ഇറങ്ങുക, അതൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു യാത്ര ദാവൺഗിരി എത്തുന്നത് വരെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു വ്ളോഗിലേക്ക് പോയാലോ. കൺമണി ഡ്രസ്സൊക്കെ ചെയ്ത് നൈറ്റ് ഡ്രസ്സായിട്ട് കേട്ടോ. അങ്ങനെ ഇത്രയും ലഗേജ് കൊണ്ടുപോകാനുണ്ട്. റെഡിയായി കണ്ണാ? റെഡി? ഓ ഗുഡ് ഗേൾ. ആ സ്ലിപ്പേഴ്സ് അത് ഇതാവും മോനെ. അമ്മ ഇത് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് നിനക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അമ്മ ഇത് ഈ കവറിന് ഇതൊന്ന് ഇട്ട് വെച്ചിരോ. ആ ഡ്രസ്സുകൾ ആ ഉണങ്ങാത്തത് അത് അതിൽ വെച്ചോ, ആ കവറിൽ. ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട് കേട്ടോ. പിന്നെ ഇത് എനിക്ക് കൊളാബറേഷന് വന്നൊരു ഇതാണ്, പ്രോഡക്റ്റാണ്. അത് ഇതുവരെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല, മഴയൊക്കെ ആയതുകൊണ്ട്. അതിനവിടെ എത്തിയിട്ട് വേണം അവർക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ റെഡിയാക്കി. അശ്വിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ടോ. കൺമണിയുടെ സീറ്റിന് പകരം ഞങ്ങൾ വേറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സീറ്റൊക്കെ ഇവിടെ വെച്ചു സേഫായിട്ട്. ഇനി അവളുടെ യാത്രയിൽ അവൾക്ക് പുതിയൊരു സംഭവം കൂടി ഉണ്ട്, അതും കൂടെ കാണിക്കാമെന്നുള്ളൊരു ഉദ്ദേശം കേട്ടോ എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ. അത് എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ 2-3 യൂസിന് ശേഷം പറയാം. എൻ്റെ ഹോം ടൂർ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ വണ്ടി ബാക്ക് സൈഡിലേക്കാണ് വരിക. പക്ഷേ ഈ മഴയത്ത് മൊത്തത്തിൽ വെള്ളം കയറി ചുറ്റും. അപ്പം ഇവിടെ ആ ഒരു പ്രശ്നമുണ്ട്, എല്ലായിടത്തും വെള്ളം കയറുന്നത്. അപ്പം നമുക്ക് വണ്ടി ഇങ്ങോട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തു കൊണ്ടുപോകാന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. പക്ഷേ സംഹൗ ഞാനത് ചെയ്തു. നമുക്ക് എല്ലാം എടുത്ത് നമ്മളൊരു ബെഡ് സെറ്റ് ചെയ്യാണ് കൺമണിക്ക്. അപ്പം 2 പില്ലോയും ഇതിവിടെ താഴെ വയ്ക്കാനുള്ള സാധനം തോന്നുന്നു. ബെഡ് ഇതിൻ്റെ മുകളിൽ വരും. അപ്പം അതിൻ്റെ എയർ ഫില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഈ ചാർജിങ് പോയിന്റിലിട്ടിട്ട് നമുക്കിതിനെ പ്ലഗ് ചെയ്യാൻ പറ്റും. വേറെ എവിടെ ഇതിനെ പ്ലഗ് ചെയ്യാൻ പറ്റില്ല, ഈ നമ്മുടെ കാറിനകത്ത് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ബെഡ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 2 പില്ലോയും ഉണ്ട്. കിടന്ന് കാണിച്ചേട്ടാ, കിടന്ന് അവിടെ കിടക്ക്.
അമ്മ വരും. വരുന്നേ. ഇതാണ് നമ്മൾ കൺമണിക്ക് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ബെഡ്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു. കണ്ണിന് കംഫർട്ടബിൾ ആണോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമാണ്. ഇരിക്കാനും പറ്റും കിടക്കാനും പറ്റും അല്ലേ? അങ്ങനെ ഇരിക്കുക വേണമെങ്കിൽ. 2 പില്ലോ ഉണ്ട് കേട്ടോ. ഹൈവേയിൽ പോയി. അശു ಎಷ್ಟು ടൈം തಗೊಂಡೆ? എത്ര സമയം എടുത്തു ബെഡ് ഫിക്സ് ചെയ്യാൻ, എയർ ഫില്ല് ചെയ്യാൻ? ഞാൻ സാധാരണ ട്രാവൽ വ്ളോഗ്സിലൊക്കെ പറയാറുണ്ട്, കൺമണിക്ക് നമ്മൾ കാർ സീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവളൊരു 5 months ഉണ്ടാകുമ്പോഴേ കാർ സീറ്റ് വാങ്ങിച്ചു, ബേബി ഹഗിൻ്റെ. അന്ന് നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ പോയി വാങ്ങിച്ചു. കാരണം മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ദാവൺഗിരിയിൽ നിന്ന് പയ്യന്നൂർക്ക് ഒരുപാട് ദൂരമുണ്ട്. നമുക്ക് 500 kilometer വരണം. ഓൾമോസ്റ്റ് ഒരു 8-10 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യണം. അപ്പോൾ ചെറിയ കുഞ്ഞായ സമയം മുതൽ ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അത് വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം അവൾ കഴിഞ്ഞ ഞങ്ങളുടെ ട്രിവാൻഡ്രം പോയ സമയം വരെ, അതായത് ഓൾമോസ്റ്റ് 3.5 വയസ്സ് വരെ അവളത് യൂസ് ചെയ്തു കേട്ടോ. അതിന് എനിക്ക് തോന്നുന്നു 5 വയസ്സ് വരെ എന്തോ കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു 6 months to 5 years എന്തോ ആണ് എനിക്ക് തോന്നുന്നു ആ ഒരു കാർ സീറ്റിൻ്റെ ഒരു ഏജ് അന്ന് കാണിച്ചത്. അപ്പം അവളത് യൂസ് ചെയ്യുമായിരുന്നു, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ട്രിവാൻഡ്രം യാത്രയിൽ അവളുടെ കാല് കുറച്ചുകൂടെ ഹൈറ്റ് വെക്കുമ്പോൾ അവർക്ക് കാല് അത്ര കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കാലിങ്ങനെ ഒന്നെങ്കിൽ എൻ്റെ സീറ്റിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ അശ്വിൻ്റെ സീറ്റിൻ്റെ ബാക്കിലാവുമ്പോൾ അവർക്ക് അത്ര കംഫർട്ടബിളായിട്ട് കാല് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഒക്കെ ആ ഒരു സീറ്റിൽ കൊള്ളാൻ ചാൻസ് കുറവാണ്. ബസ് പയ്യന്നൂർക്ക് പോകുന്നത്. അപ്പോൾ സീറ്റ് കാല് കൊള്ളൂല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഇനി നെക്സ്റ്റ് ട്രിപ്പ് ആകുമ്പോഴേക്കും നമുക്കൊരു ബെഡ് റെഡിയാക്കാമെന്ന് അശ്വിൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ഇങ്ങോട്ട് ബസ്സിനാണ് വന്നത്, കുഴപ്പമുണ്ടായിരുന്നില്ല. തിരിച്ച് ബസ്സിനാണോ പോകാമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് അശ്വിൻ വരുന്ന ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു അശ്വിൻ വരുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇതിന് 1600 something എന്തോ ആണ് കേട്ടോ. പിന്നെ കാർ സീറ്റിന് 4000 അല്ലേ? കാർ സീറ്റ് വാസ് ലൈക്ക് 5000 അವಾಗ. പക്ഷെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് ഈ ബെഡ് വാങ്ങിച്ചാലും ഗുണം ഉണ്ടാവില്ല. തീരെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആ കാർ സീറ്റ് തന്നെയാണ് ബെറ്റർ. കാരണം നമുക്ക് അടുത്തിരിക്കാനും ആ ഒരു സൗകര്യമുണ്ട്. കാരണം ഇതിപ്പോൾ ഈ ബെഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലാർക്ക് ഇരിക്കാൻ പറ്റില്ല. എനിക്കതിൽ കയറി കിടക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ സൈസ് അതിന് കൊള്ളാത്തതുകൊണ്ട് ഞാനിങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ കേട്ടോ. അവൾ എന്നോട് പറയാം മമ്മയ്ക്ക് പറ്റൂല, മമ്മ ബിഗ് അല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. കൺമണിക്ക് ഇഷ്ടമായില്ല മോനെ. കൺമണിക്ക് ചെറിയൊരു വഴക്ക് കേട്ടു എൻ്റെ കയ്യിൽ നിന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെറുതെ ഇരുന്നപ്പോഴേക്കും ആ പില്ലോൻ്റെ കാറ്റ് അഴിച്ചുവിട്ടാണ് അവളുടെ മെയിൻ പരിപാടി. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. അതിനാണ് ഈ മുഖം വീർപ്പിച്ചിട്ടുള്ള അവളുടെ ഇരുത്തം. ഇവിടെ പുതപ്പ് ഇവിടെ, ബ്ലാങ്കറ്റ് ഇവിടെ അവിടെ ഉണ്ടോ? നല്ല മഴയാ പുറത്ത്. ബ്ലാങ്കറ്റ് പോച്ചിട്ട് എന്ത് മോനെ? നല്ല മഴയാണ് കേട്ടോ പുറത്ത്. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് ആകാശം കാണിക്കണത് ഇങ്ങനെ ഇരുണ്ട് നിൽക്കുകയായിരുന്നു. ഭയങ്കര മഴ തുടങ്ങി. ഇന്നലെ ഞാൻ പോയപ്പോൾ ചക്ക ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വണ്ടിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ യാത്രാവേളകളിൽ നമുക്ക് ചക്ക ചിപ്സും കുറച്ചുകൊണ്ട് പോവാന്ന് ഇങ്ങനെ വിചാരിച്ചു. ആക്ച്വലി വലിയ താല്പര്യമൊന്നുമില്ല, എനിക്കും കണ്ടുവന്നു. എന്താ കഴിക്കുന്നേ? ചക്ക ചിപ്സ്. നമ്മൾ തലപ്പാടി ടോളെത്തി. സമയം 12:10. നമ്മൾ 10 മണിക്ക് 10:15 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 2 മണിക്കൂർ വേണം നമുക്ക്. മംഗലാപുരം എത്തിയിട്ടില്ല, തലപ്പാടി എത്തിയതേ ഉള്ളൂ. തലപ്പാടിയിലേക്ക് നമുക്ക് കറക്റ്റ് 2 മണിക്കൂർ എടുത്തു. 10:15 വിട്ട് 12:15. നമ്മളൊന്നും കഴിച്ചിട്ടില്ല, കാരണം നല്ല മഴയായിരുന്നു. പക്ഷേ ഒരു ഉപ്പളയൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴയില്ല കേട്ടോ. കുമ്പള കഴിഞ്ഞതിന് ശേഷം മഴയില്ല. കാസർഗോഡൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടൊക്കെ ഭയങ്കര ചൂടും വെയിലും തന്നെയാണ് കേട്ടോ. പുറത്തത്തെ ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉടുപ്പിയിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തിമ്മപ്പ ഹോട്ടൽ ഉടുപ്പിയിൽ.
പോകുന്ന വഴിയാണ് കേട്ടോ തിമ്മപ്പ. അപ്പോൾ തിമ്മപ്പയിൽ കയറിയിട്ട് മീൽസ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എന്താ അത് തരാം. കണ്ണ് സാധാരണ ബെഡിലും ഇങ്ങനെ കമഴ്ന്ന് നിന്നിട്ടാണ് കേട്ടോ എപ്പോഴും ഉറങ്ങുക. ബാക്കി ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് ആണ് ഉറങ്ങുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ഉറങ്ങുന്നത് വരെ ഞാൻ ഫ്രണ്ടിലിരിക്കാം അമ്മയുടെ മടിയിൽ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉറക്കം വന്നപ്പോൾ താനെ പോയി പുറകിൽ അവൾ തന്നെ കിടന്നുറങ്ങി. അവളുടെ ഹൈറ്റിനേ പറ്റുള്ളൂ, നമുക്കൊന്നും പറ്റില്ല. നമുക്ക് ആകല്ല പക്ഷെ അവൾ ಹೈಟ್ ಕರೆಕ್ಟ್ ಏನು ಅದ್ರ ಬಗ್ಗೆನೇ ಯೋಚನೆ ಮಾಡ್ತಿದ್ಯಾ? ಯು ಥಿಂಕಿಂಗ್ ಆಫ್ ದಟ್? ಇವಾಗ ಬೋರ್ಡ್ ನೋಡಿದೆ, ಸೊ ಐ ಥಾಟ್ ಆಫ್ ರಿಮೆಂಬರ್. ಓ ಯು ರಿಮೆಂಬರ್ ದಟ್. ഓക്കെ, നമുക്കിനി ഒരു 20 കിലോമീറ്റർ, 20 ഇല്ല, ഇനി ഒരു 15 കിലോമീറ്ററിൽ നമ്മൾ ഉടുപ്പി എത്തും. ഈ റോഡ് നല്ല റോഡാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ ആണ്. നമ്മുടെ NH17, അതായത് മുംബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കൊച്ചി ഇടപ്പള്ളിയിൽ അവസാനിക്കുന്ന NH17. പഴയ പേര് 17 ഇപ്പം 66 ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 66 ആണോ? പക്ഷേ ഇത് ಆ ಹೈವೇ ನೆನಪಿದಲ್ಲ. ಬಿಫೋರ್ ಇಟ್ ವಾಸ್ NH17. ಈಗ ಹೆಸರು ಚೇಂಜ್ ಆಯಿತು ಅಂತ NH66. എനിക്ക് ഡൗട്ട് ഇತ್ತು. ഇവിടെ ഒന്നും മഴേൻ്റെ ഒരു കണിക പോലും, വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പ് പോലും വന്നിട്ടില്ല കേട്ടോ. ഭയങ്കര തെളിഞ്ഞ ആകാശമാണ്, പുറത്ത് നല്ല ചൂടാണ്, എവിടെയും ഒരു നനവോ ഒന്നുമില്ല. മഴയൊന്നും അടുത്ത സമയം ഒന്നും ഇവിടെ മഴ വന്നിട്ടില്ലെന്നേ തോന്നും. ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഫുഡ്, പക്ഷെ ഞാൻ ಒಂದ್ಸತಿ ಅಲ್ಲಿ ಊಟ ಮಾಡಿದ್ದೆ. ಭ್ರಮರಿ ಅಂತ, ಹೋಟೆಲ್ ಭ್ರಮರಿ. ಅದೇ ಆವಾಗ ഭയങ്കര എക്സ്പെൻസീവ് ಇತ್ತು, ಅಷ್ಟು ಹೇಳಂಗೇನು ಇರಲಿಲ್ಲ. പഴയ ബിൽഡിങ്ങിൽ നിന്ന് തിമ്മപ്പ ഹോട്ടൽ ഇത് ഇങ്ങോട്ട് ചേഞ്ച് ആയിട്ട് തൊട്ടടുത്ത് തന്നെ. അതിൻ്റെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കമൻറ്റിൽ പറയണം കേട്ടോ. ഹോട്ടൽ തിമ്മപ്പ ഇത് മല്ലിപ്പയിൽ പോകുന്ന വഴിയാണ് ഈ ഹോട്ടലുള്ളത്. ഇവിടെ കുറച്ച് പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പഴയ ബിൽഡിങ്ങിൽ വലിയ പാർക്കിംഗ് സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവർ പേര് എഴുതിയിട്ട് പേര് വലിച്ചിട്ടാണ് അകത്ത് കയറ്റുന്നത്. മുന്നേ അതുപോലെ ആയിരുന്നു, പക്ഷെ മുന്നേ ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നില്ല, ഇതിനേക്കാളും സ്പേസ് കുറവായിരുന്നു. ഇപ്പോൾ കുറച്ച് സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടോ. ഇവിടെ മീൽസും ബിരിയാണിയും ഒക്കെ ഉണ്ട്. നമ്മൾ മീൽസ് വാങ്ങിക്കാൻ വിചാരിച്ചു. ഞാനും കണ്ണും ഒരിലയിൽ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. കൺമണിയടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഇലയിൽ തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞു. അച്ചാറും ഒരു വെള്ളരിക്കൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയാണിത്. നമ്മളൊരു ആവോലി മസാലയും അതുപോലെ തന്നെ ഒരു ആവോലി റവ ഫ്രൈയും വാങ്ങിച്ചു. ഈ ഒരു ഫിഷ് കബാബ് എന്തോ പക്ഷേ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. ഇവിടെ ബോയിൽഡ് റൈസും കിട്ടും, അതുപോലെ തന്നെ വൈറ്റ് റൈസും ഉണ്ട്. അതിൻ്റെ കൂടെ ചൂടില്ല മോനെ, ഉണ്ടോ? ചൂടുണ്ടോ? ഇതിൻ്റെ കൂടെ മീൻ കറിയാണേ. മതി, താങ്ക് യു. ഹോട്ടാണോ? ചൂടില്ല മോനെ, ചൂടില്ല. സമയം 2:30 ആയിട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. കൺമണി ഫിഷ് മാത്രമേ കഴിച്ചുള്ളൂ, ചോറ് കുറച്ച് കഴിച്ചു. അശു ഭയങ്കര ചൂടല്ലേ? അൺലോക്ക് മാടും. ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അയ്യോ കൺമണി, നമുക്ക് ഷൂ ഊരിയിട്ട് കിടക്കാലോ. ബാ ബെഡിൽ, കൺമണിയുടെ ബെഡിൽ. അയ്യോ വാ കഴുകിയിട്ടില്ലല്ലോ, ഒരു മിനിറ്റ്. അവളുടെ പില്ലോൻ്റെ ഒക്കെ കാറ്റഴിച്ച് വിട്ടിട്ട് അവൾ വേറെ പില്ലോ എടുത്തിട്ടാണ് കിടക്കണേ. ഒരു എക്സ്ട്രാ പില്ലോ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ. അശു ഫുഡ് ಹೇಗಿತ್ತು? ಹೌ ವಾಸ್ ದ ಫುಡ್?
നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അല്ലേ. നമ്മൾ സാധാരണ ഈ വഴി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കഴിക്കാറുണ്ട്. കുറേ ഇങ്ങനത്തെ ഹോട്ടൽസ് ഉണ്ട്. അതായത് മംഗലാപുരത്ത് മച്ച്ലി, നമ്മൾ ആദ്യമൊക്കെ മച്ച്ലി കഴിക്കുന്നത്. പക്ഷെ മച്ച്ലിനേക്കാളും നല്ല കുറേ ഹോട്ടൽസ് ഉണ്ട്. ലൈക്ക് നാരായണ ഗുഡാണോ? ഈ തിമ്മപ്പ മംഗലാപുരത്ത് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് ഞാൻ ഈ ഇടയ്ക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഉടുപ്പിയിൽ വരാത്ത ആരെങ്കിലും മംഗലാപുരം ഉണ്ടെങ്കിൽ അവർക്ക് മാംഗ്ലൂരിലെ തിമ്മപ്പ ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ അശ്വിൻ പറയുന്ന കമൻസിൽ എവിടെയോ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ഉണ്ടായിരുന്നു. പിന്നെ സീ ഫുഡൊക്കെ ആകുമ്പം അതിൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടാകുമ്പം ചെറുതായിട്ട് നമ്മൾ വേറെ ഹോട്ടലിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് പ്രൈസി ആയിരിക്കും. പക്ഷേ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ ഇവിടത്തൊക്കെ. പിന്നെ മംഗലാപുരത്ത് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഇവിടെ നാരായണയിലെ ഫുഡ് നല്ലതാണ്. മച്ച്ലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ യേശു? മച്ച്ലി ഫുഡും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ. പക്ഷെ വേറെ ആൾക്കാരൊക്കെ പറയും മച്ച്ലി അത്ര കൊള്ളില്ലാണ്. ನಾರಾಯಣ അത് ഫിഷ് ഫ്രൈന്റെ കൂടെ ഒരു ഇങ്ങനെ ഒരു പൊടി ഉണ്ടാവും. അതൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ 2021 കഴിച്ചത്, 2021 കഴിച്ചത് അലൂട്ട കൺമണിനെ ഫസ്റ്റ് ടൈം നമ്മൾ കൺമണി ദാവണഗിരി വന്നിട്ട് തിരിച്ചു പോവായിരുന്നു നമ്മൾ. അപ്പം അശ്വിനും മഹേഷും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അച്ഛനും അമ്മയും അശ്വിനും മഹേഷും നമ്മളെല്ലാവരും കൂടെ വരുമായിരുന്നു. സ്ട്രൈറ്റ്. ഇത് കുന്താപുര. നമ്മൾ മൽപ്പേ റൂട്ടിലാണ് കേട്ടോ ഈ തിമ്മപ്പ വരുന്നത്. ഉടുപ്പിയിൽ മൽപ്പേ റൂട്ടിലാണ് തിമ്മപ്പ ഉള്ളത്. പിന്നെന്താ, കഴിഞ്ഞ വർഷം അതായത് നമ്മൾ ലാസ്റ്റ് ടൈം അശ്വിനും മഹേഷും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ ഗിരിമഞ്ചാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ഗിരിമഞ്ചാസും ഇങ്ങനെ കുറച്ച് പേരുള്ള ഹോട്ടലാണ് മംഗലാപുരത്ത്. പക്ഷേ നമുക്കെന്താ അവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതിനേക്കാളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലത് നാരായണയാണ്. പിന്നെ മച്ച്ലി എല്ലാവരും പറഞ്ഞു ഹൈപ്പാണെന്ന്. പക്ഷെ മച്ച്ലി നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇനി അല്ലെങ്കിൽ തിമ്മപ്പ ട്രൈ ചെയ്യാം. നാരായണയിൽ കുറച്ച് പാർക്കിംഗ് പ്രോബ്ലം ഉണ്ടാവും. നിങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ടാവുകയേ ചെയ്യില്ല. അതൊരു മാർക്കറ്റ് പോലത്തെ ഒരു ഏരിയയിലാണ് നാരായണ എന്ന് പറഞ്ഞ ഹോട്ടൽ. അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഉടുപ്പിയിലാണ് കേട്ടോ. ഉടുപ്പി കൃഷ്ണൻ്റെ അടുത്തേ കൂടെയാണ് പോവാറ്. പക്ഷെ നമ്മളിങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് അമ്പലം വിസിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തണം, എന്നിട്ട് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം. എനിക്ക് നാളെ കുറേ പരിപാടികളുണ്ട്. നാളെ ചെയ്ത് തീർത്ത് കൊടുക്കാനുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ അതൊക്കെയാണ് കേട്ടോ. നമ്മളിതാ ഉടുപ്പിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഉടുപ്പി. ഇതിൻ്റെ നെക്സ്റ്റ് മണിപ്പാൽ, പിന്നെ നമുക്ക് ഹെബ്രി, ആഗുംബെ, അങ്ങനെയാണ് കേട്ടോ നമ്മുടെ റൂട്ട്. ഈ ആഗുംബെ ഘാട്ട്സൊക്കെ ഭയങ്കര മഴ ലഭിക്കുന്ന ഒരു ഘാട്ട്സാണ് കർണാടകയിൽ. ഏറ്റവും കൂടുതൽ മഴ കിട്ടുക ആഗുംബയിലാണ്. ഇപ്പം കണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും മാനം നന്നായിട്ട്, അതെ മഴ നന്നായിട്ട് മാനൊക്കെ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. കാരണം ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് സാധാരണ ഇവിടെയൊക്കെ മഴ ഉണ്ടാവുക. ഇതാണ് ഉടുപ്പി ബസ് സ്റ്റാൻഡ് മോനെ. ഇതേതാ സ്ഥലം? ഉടുപ്പി. ഇത് കാസർഗോഡ്. KL14 കാസർഗോഡ്. ഇത്രയും സമയം ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡീസലടിക്കാൻ കയറി ഇറങ്ങിയപ്പോഴേക്കും ഇതാ ഇങ്ങനെ മഴ, നല്ല മഴ പെയ്യാൻ തുടങ്ങി ഇവിടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പച്ചപ്പും ഹരിതാഭയൊക്കെയാണ് കേട്ടോ. ടൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ ഓരോ നാടൊക്കെ വരും, അമ്പലങ്ങളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ചുരമാണ്. ആ ചുരം കയറി നമുക്ക് മുകളിലെത്തണം. എന്നിട്ടും അവിടെ നിന്നും കുറേ പോകാനുണ്ട്. നല്ല ദൂരമുണ്ട് കേട്ടോ. ദാവണഗിരി അടുത്തൊന്നുമല്ല. 450 കിലോമീറ്റർ യാത്രയുണ്ട്. ഞങ്ങൾ അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു വഴിക്കൊക്കെയാണ് ആ മിനിയാന്ന് പറ്റിയ കാറിന് പറ്റിയതുപോലെ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമായിരുന്നു. കാരണം ഇവിടെയൊക്കെ പെട്ടെന്ന് വിളിച്ചാൽ വരാൻ നമുക്ക് ആരെങ്കിലും വർക്ക്ഷോപ്പ് കിട്ടുമോ എന്നറിയില്ല. പിന്നെ ഫോണിന് റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. അങ്ങനത്തെ ഒരു നാടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വഴിയിലൊന്നും സംഭവിക്കാതെ നമുക്ക് തളിപ്പറമ്പിൽ തന്നെ അങ്ങനെ പറ്റിയത് ദൈവാനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ കാണുന്നു. നമുക്ക് കുറേ ദൂരം കാട്ടിലൂടെ പോകാനുണ്ട് കേട്ടോ.
ഇതുപോലത്തെ തിക്ക് ഫോറസ്റ്റ് ആണ്, ഡെൻസ് ആയിട്ടുള്ള. നമുക്ക് പോവാം, നമുക്ക് അവിടെ നിർത്താം. വെള്ളമുണ്ടല്ലോ ബോട്ടില്. ഇതിനകത്തൊക്കെ എപ്പോഴും മഴയാണ് കേട്ടോ, നല്ല മഴയുള്ള സ്ഥലം ഇവിടെ. കാട്ടിൽ മഴയുണ്ടാവും മുന്നോ, കാട്ടിൽ കുറേ മഴയുണ്ടാവും. ഈ കാട് കുറച്ച് ഇങ്ങനെ പോയിട്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് ഗാർഡ്സ് എത്തും. കണ്ണു ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എലിഫൻ്റ് ഒക്കെ ഉണ്ടാവും. ഈ കാട്ടിനകത്ത് എലിഫൻ്റ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഒക്കെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല കേട്ടോ, നെറ്റ്വർക്ക് ഒന്നുമില്ല നമ്മൾ പോകുന്ന വഴിക്കൊന്നും. കുറേ ദൂരം ഇങ്ങനെയാണ്. ഈ കാടിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ, കുറച്ച് കുറച്ചൊക്കെ ആയിട്ട്. എൻ്റെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, സീതാനാടി നദി. It's not D-I-T-S. ಹೌದಾ, ಸೀತಾ ನದಿ. ഞാനത് സീതാനാടി എന്നാണ് കേട്ടോ ഇത്രയും നാളും വായിച്ചുകൊണ്ടിരുന്നത്, കാരണം എനിക്ക് കന്നഡ വായിക്കാൻ അറിയില്ലല്ലോ. സീതാനാടി ലൈಕ್ ಓಕೆ. ಕೇರಳದಲ್ಲೆಲ್ಲ ಲೈಕ್ ನಾವು ನದಿ ಅಂದರೆ DHI ಆಗ್ತೀವಿ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ തോട്ടം, അതായത് ഒരു വലിയ കാട് കഴിഞ്ഞിട്ട് പിന്നെ കുറേ തോട്ടം പോലെ, അത് അടക്കയാവട്ടെ അതുപോലെ കുറേ ഏരിയ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി ചെറിയ ചെറിയ വീടുകളും അതുപോലെ തന്നെ ഈ ചെറിയ ഹോട്ടൽ. ആ ഒരു ഹോട്ടൽ വലിയ ഹോട്ടലാണ്, പക്ഷെ അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ല. ആദ്യമൊക്കെ അവിടുത്തെ ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, കോഫിയൊക്കെ കുടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അവിടുത്തെ കോഫി കൊള്ളത്തില്ല. കാരണം ഈ ഒരു റോട്ടിൽ വരുമ്പോൾ വേറെ നല്ലൊരു ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ കയറിയിട്ടുണ്ട്, വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കയറാറുണ്ട്. അത്രയേ ഉള്ളൂ, ഫുഡൊന്നും അത്ര കൊള്ളത്തില്ല. ನೋಡಿ ಇದೆಲ್ಲ ಸೀತಾನಾಡಿ ಅಂತಾನೆ പറഞ്ഞത്. ಹೌದಾ, ಈ ಊರ ಹೆಸರು ಅನ್ಸುತ್ತೆ. ഈ നാടിൻ്റെ പേരാണ് സീതാ നദി, പക്ഷെ അതിൽ സീതാനാടി എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റുക. ഞാൻ മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ റോട്ടിൽ കൂടെ ബസ്സിനാണ് കേട്ടോ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വരുന്ന ബസ് ഈ റൂട്ടായിരുന്നു. രാത്രി ബസ്സാണ് വരുന്നതെങ്കിൽ അത് സ്ലീപ്പർ ബസ്. ഇത് ചെറിയൊരു ഗാർഡ്സാണ് കേട്ടോ. ഇവിടെ വലിയ വണ്ടികളോ അതുപോലെ തന്നെ വലിയ ലോറികൾ, വലിയ ബസ്സുകൾ, സ്ലീപ്പർ ബസ്സൊന്നും ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു വരില്ല. വളരെ ചെറിയ നാരോ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ഈ ഷിമോഗ ടു മാംഗ്ലൂർ ഒരു ബസ് സർവീസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് പെട്ടി ബസ് പോലത്തെ ബസ്. അത് പകൽ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ, രാത്രി സമയങ്ങളിൽ ഇതുവഴി ബസ്സൊന്നുമില്ല. രാത്രി സമയങ്ങളിൽ ഈ വഴി വണ്ടികളും കുറവാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ രാത്രി ബസ്സിന് വരുമായിരുന്നു. അത് വേറെ ഏതൊരു റൂട്ട്, ആ റൂട്ട് നമ്മൾ കാണുന്നില്ല രാത്രി. നമ്മൾ കയറി കിടന്നു കഴിഞ്ഞാൽ രാവിലെ കറക്റ്റ് 5 മണിക്ക് മംഗലാപുരത്തും അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ എനിക്ക് രാത്രി ബസ് സേഫ് അല്ലാത്ത പോലെയൊക്കെ തോന്നിയ ടൈം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ഡേ ടൈമിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ദാവൺഗിരിയിൽ നിന്ന് KSRTC ബസ്സിൽ ഷിമോഗയിൽ വരും. 100 കിലോമീറ്റർ ഉണ്ട് ഷിമോഗ. 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ എടുക്കും. എന്നിട്ട് ഷിമോഗയിൽ വന്ന് ഇറങ്ങി ഷിമോഗയിൽ ഈ പെട്ടി ബസ്സിന് കയറും കേട്ടോ. എന്നിട്ട് ഇതേ റൂട്ടിലാണ് ഞാൻ ഷിമോഗയിൽ നിന്ന് മാംഗ്ലൂർ വരെ വരിക, മംഗലാപുരം വരെ. ഒരു 6 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അത് ഞാനൊരു രാവിലെ കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിയോ 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ മംഗലാപുരം എത്തും. പിന്നെ അവിടെ നിന്ന് വേറെ ബസ് എടുത്ത് കാസർഗോഡ് അടുത്ത ബസ് എടുത്ത് പയ്യന്നൂർ. ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ യാത്രകൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പം ആകപ്പാട് ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഈ നമ്മളെ ഗാർഡ്സ് ഇറങ്ങി താഴോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു കോസ്റ്റൽ ക്ലൈമറ്റ്, അതായത് ഗാർഡ്സിൽ നല്ല തണുപ്പാണ്, ഗാർഡ്സിൻ്റെ മുകളിൽ അതിനേക്കാളും തണുപ്പാണ്. ഇനി 13 കിലോമീറ്റർ ഉണ്ട് ഷോ ആകുമ്പേ. ഈ ഒരു 13 കിലോമീറ്ററുള്ള ചുരമാണ് കേട്ടോ ഈ ആകുമ്പേ. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ഷോ. ഇവിടെ ടെമ്പിൾ അല്ലേ? അല്ല, ദ ഹോൾ ആകുമ്പേ ഇറ്റ്സ് ലൈക്ക് 13 കിലോമീറ്റേഴ്സ് ഉണ്ട്. കണ്ടോ മുകളിലൊക്കെ ಚೆನ್ನಾಗಿದೆ. നമ്മളങ്ങനെ കയറി പോകണം മുകളിൽ. ಕರ್ನಾಟಕ ಇಲ್ಲಿ ಹೈಯೆಸ್ಟ್ ಆണോ ಇದು? റെയിൻഫോൾ ജാസ്തി. അതെ, ഇങ്ങനെയാണ് കേട്ടോ വ്യൂ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ റോഡ് വഴി കയറി പോകാനാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു അമ്പലമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബസ്സിൽ വരുമ്പം ഇപ്പം ഇവിടുന്ന് ഞാൻ തിരിച്ച് മാംഗ്ലൂരിന്ന് ദാവൺഗിരി പോകുമ്പോഴും അതുപോലെ തിരിച്ചത് ഇതുപോലത്തെ കുഞ്ഞു ബസ്സുകളാണ് കേട്ടോ. ഈ ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പം ഈ ബസ് ഇവിടെ നിർത്തും. ഈ ബസ് ഇവിടെ നിർത്തി കണ്ടക്ടർ പോയിട്ട് എല്ലാവർക്കും ഉള്ള ഇതൊക്കെ കൊണ്ടുവരും. ഭസ്മല്ല, ചന്ദനം എല്ലാവർക്കും തരും. അത് പോകുമ്പോഴും വരുമ്പോഴും അവരവിടെ നിർത്താറുണ്ട് ബസ്. ഇവിടെ നിന്ന് കേവ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ അത്രയും വലിയൊരു ചുരമല്ല, പക്ഷെ ഇത് വീതി കുറഞ്ഞൊരു ചുരമാണ് കേട്ടോ. പക്ഷെ കുറച്ച് സ്കേറി ആയിട്ടുള്ളൊരു ചുരമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ മരമൊക്കെ പൊട്ടി വീണാലോ അല്ലെങ്കിൽ ചെറിയ ആക്സിഡൻ്റ് ഒക്കെ നടന്നാലോ പെട്ടെന്ന് ക്ലിയർ ആവില്ല. ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഫോണിന് ഒരു എന്താ പറയുക മൊബൈൽ ടവറും ഇല്ല കേട്ടോ, ഒന്നുമില്ല. ഓ ആഹാ, അത് വളവല്ലേ, കർവല്ലേ, അതുകൊണ്ടാ. റോഡ് അങ്ങനെ ഉണ്ടായതുകൊണ്ടാ കേട്ടോ. സ്ട്രെയിറ്റ് റോഡ് അല്ലല്ലോ. അതാ മങ്കി, അതാ അവിടെയൊക്കെ മങ്കി നിൽക്കുന്നു, കണ്ടോ? കാണുന്നില്ലേ? മമ്മക്ക് കാണുന്നില്ല, കൺമണിക്കാ കാണാം. ആ സൈഡിൽ കൂടെ നോക്കൂ, വിൻഡോയിലൂടെ നോക്കിയാ കാണും. അത് മങ്കി അകത്തേക്ക് വരും, അതുകൊണ്ടാ ഗ്ലാസ് ഓപ്പൺ ചെയ്യണ്ട. പുറത്തേക്ക് നോക്കിയാൽ മങ്കിനെ കാണുമല്ലോ. കാണുന്നുണ്ടോ? നോക്കട്ടെ, മങ്കിനെ ചിലപ്പം കാണാൻ പറ്റും മോനെ. ബെഡില് മമ്മക്ക് സ്ഥലമില്ല. തടിരോ അശോ വന്ന ബഹോളി കണ്ടു. ഇതുപോലത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. വണ്ടികൾ ഇവിടെ ബ്ലോക്ക് ആവും, വണ്ടി തിരിയാതെയൊക്കെ ആവും. ഇത്രയും ചെറിയ റോഡ്. ഇവിടെ ആ വണ്ടി ബ്ലോക്ക് ആയതാണ്. ആ വണ്ടി ഇങ്ങോട്ട് കയറുന്നില്ല. കുറച്ച് വലിയ വണ്ടി ആയതുകൊണ്ട് തിരിയാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഇത്രയും ചെറിയ വീതിയുള്ളൂ കേട്ടോ ഈ റോഡിന്. അവൻ ബസ്സൊക്കെ, അതായത് അതുകൊണ്ടാണ് ആ പെട്ടി ബസ് പോലത്തെ ബസ്, ചെറിയ ബസ് മാത്രമേ വരാൻ പറ്റൂ. എൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് അശ്വിനും കിവി ബ്ലോക്ക് ആക്കിയതല്ല. ആ ചെവിയൊക്കെ ഇങ്ങനെ അടയുന്നുണ്ട് കേട്ടോ, ഹൈറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്ക്. ആ എലിഫന്റ് ഈ ഫോറസ്റ്റിൽ ഉണ്ടാവില്ലേ മോനെ? അത് വേറെ ഫോറസ്റ്റിലുണ്ടോ? അവരുടെ ഫോറസ്റ്റിലുണ്ടോ? ആ അത് മൈസൂരിന് അവിടെ ഉണ്ടാവും. ഗോനികൊപ്പ നമ്മൾ അന്ന് പോയ. ಹೌದಾ? ഈ റോഡിൽ ആക്സിഡൻറ്റ്സ് ഒഴിവാക്കണമെങ്കിൽ മുന്നിൽ വരുന്ന ആളും ആൾക്കാരും വളരെ ശ്രദ്ധയോട് മാത്രം ഓടിച്ചാലേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഇതുവരെ ഓടിക്കാത്തൊരു ഗാർഡ്സാണ് ഇത്. എനിക്ക് ഈ ഗാർഡ്സ് ഭയങ്കര പേടിയാണ്. ഞാൻ ഈ ഗാർഡ്സ് ഇതുവരെ ഇറക്കിയിട്ടില്ല. ഗാർഡ്സ് വഴി ഞാൻ വണ്ടി ഓടിച്ചിട്ടേ ഇല്ല. ഞാൻ അച്ഛനും അമ്മേൻ്റെയും കൂടെ ആ വണ്ടിയിൽ വരുമ്പോൾ ഞാൻ വേറെ ഗാർഡ്സ് എടുത്തിട്ട് വരും. എനിക്ക് ഇത്രയും ഞാൻ KSRTC ഒക്കെ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന കുറച്ചുകൂടി വീതിയുള്ള ഗാർഡ്സൊക്കെ പ്രിഫർ ചെയ്യും കേട്ടോ. എനിക്ക് ഈ റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും ലൈഫ് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് റിസ്ക് എടുക്കാൻ. ഞാൻ ഇതുവരെക്കും ഈ ഗാർഡ്സ് എല്ലാം ഓടിച്ചിട്ടില്ല. ഗാഡി ರೈನಿ ಸೀಸನ್ ಅಂತಲ್ಲ, ಲೈಕ್ ಇನ್ ಎನಿ ಸೀಸನ್ ಇಟ್ಸ್ ವೆರಿ ಡಿಫಿಕಲ್ಟ್. ಬರ್ಬೇಕಾದ್ರೆ ಬಂದ್ಬಿಡ್ಬೋದು. ಎರಕ್ಕನ ಆರಾಮಾಗಿ ಸ್ಲೋ ಆಗಿ ಕೆಳಗೆ ಇಳಿಸ್ಕೊಂಡು ಬರ್ಬೋದು. ಬಟ್ ಹೋಗ್ಬೇಕಾದ್ರೆ ಸ್ವಲ್ಪ ಕಷ್ಟ. ಬರೀ ಸೆಕೆಂಡ್ ಕೀ ಥರ್ಡ್ ಗೇರ್ಲೇ ಹೋಗ್ಬೇಕು. കുറച്ച് പ്രോ ആയിട്ടുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. പ്രോ ಆದರೆ ഞാൻ അത്ര പ്രോ ആയിട്ടില്ല. പ്രോ ಇಲ್ಲ ಅಂದ್ರೆ ಆಟೋಮ್ಯಾಟಿಕ್ ಇದನ್ನು ಯು ಕ್ಯಾನ್ ಗೋ. ಯಾಕಂದ್ರೆ ಇದರಲ್ಲಿ ಗೇರ್ ಶಿಫ್ಟಿಂಗ್ ಸ್ವಲ್ಪ ಗೊತ್ತಾಗ್ತದೆ, ಇಲ್ಲ ಅಂದ್ರೆ ಆಫ್ ಆಗ್ಬಿಡುತ್ತೆ. ഞാൻ
ഫസ്റ്റ് ഗിയറിലെ ഫുൾ ഫസ്റ്റ് ഗിയറിലെ 13 കിലോമീറ്റർ ഞാൻ ഓടിക്കേണ്ടി വരും. ഡീസൽ അവിടെ എത്തിരും. അങ്ങനെ സെക്കൻഡിലാണുള്ളത്. പിന്നെ നമ്മൾ ഓടിക്കും. ഇവിടെ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. ഞാൻ ഇവിടെ നിർത്താന്ന് ഫസ്റ്റ് വിചാരിച്ചാണ്. ഒരു തിരക്കുണ്ടോ. ഒരു പ്രാവശ്യം ഉണ്ടല്ലോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഇവിടെ എക്സാക്ട്ലി ഇവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മളൊരു സ്കാനിങ്ങിന് വേണ്ടി നാട്ടിൽ പോവാം, മംഗലാപുരം വഴി പോവാം. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ, മഹേഷും സോനു, ഗുണ്ട എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ വന്നതാണ്. എന്നിട്ട് ഈ വ്യൂ പോയിന്റിൽ നിർത്താന്ന് പറഞ്ഞിട്ട് നിർത്തി. അശ്വിൻ വണ്ടി ഹാൻഡ് ബ്രേക്ക് ശരിക്കും പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും ആരോ പെട്ടെന്ന് പറഞ്ഞു ആ വണ്ടി പോകുന്നു. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലത്തെ ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. ഒരു ടയർ അതിലേക്ക് വീണിട്ട് വണ്ടി അവിടെ പോയിട്ട് ഇടിച്ച് നിന്നു. അല്ലേ അശ്വിൻ? അയ്യോ, അശ്വിൻ്റെ ലൈഫിലെ ഫസ്റ്റ് ആക്സിഡന്റ് അതായിരുന്നു അല്ലേ അശ്വിൻ? അശ്വിന് ആക്സിഡൻസ് ഒക്കെ അശ്വിൻ ഒരിക്കലും അങ്ങനെ ഒരു വണ്ടി എവിടെയും കൊണ്ടുപോയൊന്നും വിട്ടാത്ത ആളായിരുന്നു. അതാണ് അശ്വിൻ ഏറ്റവും അവന് ഭയങ്കര ഷോക്കായി പോയി അങ്ങനെ പറ്റിയിട്ട്. പക്ഷെ നമുക്ക് ഓടിക്കാനൊക്കെ പറ്റും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൽ ഈ ഒരു ടെമ്പോ ഇതുണ്ട്. ടെമ്പോ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർവീസ് എപ്പോഴും ഉണ്ടാവും. ഇതെന്താ ഇതിൻ്റെ ಹೆಸರು ഇനോ ഇത്? അന്ന് നമ്മളൊരു പ്രാവശ്യം ഇവിടെ ബോട്ടിങ് ചെയ്തിട്ടുണ്ട്, ഞാനും അശ്വം. ഈ ഒരു ലേക്കിൽ, കുഞ്ഞു ലേക്കാണ് കേട്ടോ അത് പറഞ്ഞു ഞാൻ ആക്സിഡന്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ ഒരു റോഡിൽ ഒരു ടെമ്പോ ഉണ്ട് കേട്ടോ. ആ ടെമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റെസ്ക്യൂ ടീമാണ്. അവരിങ്ങനെ ഒരു ദിവസം കുറേ പ്രാവശ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതുവഴി. അങ്ങനെ നമ്മൾ പിന്നെ അവർ നമ്മളിങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലായപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. വണ്ടിയൊക്കെ അവർ വലിച്ച് എടുത്ത് തന്നു. പക്ഷെ നമുക്ക് വണ്ടിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഫ്രണ്ട് മൊത്തം പോയി വണ്ടിയുടെ. പിന്നെ ബമ്പറിനൊക്കെ പ്രശ്നം വന്നു, വേറൊന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു പിന്നെ വണ്ടിനെ കേരളത്തിൽ കൊണ്ടുപോയിട്ട് പയ്യന്നൂർ റിപ്പയർ ചെയ്യാൻ. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ ഞങ്ങൾക്ക് ആകുമ്പോൾ അങ്ങനത്തെ ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് അശ്വിന്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം, അതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാനും അശ്വിൻ ഇങ്ങനെ ഇതുവഴി ട്രാവൽ ചെയ്ത സമയത്ത് നമ്മളിവിടെ ഈ ഒരു ലേക്കിൽ ഇങ്ങനെ പെഡൽ ചെയ്യുന്ന ബോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മിനിറ്റ് മോനെ, ആ പെഡൽ ചെയ്യുന്ന ബോട്ടിൽ നമ്മൾ രണ്ടുപേരും ബോട്ടിങ് ചെയ്തു. അത് ബോട്ടിങ് ചെയ്യുമ്പോൾ അടുത്തേ കൂടി പാമ്പൊക്കെ വരും. എറിയുമ്പോൾ ഹാവൂ, എനിക്ക് നീർക്കോലി ആയിരിക്കും, പക്ഷെ എനിക്ക് പാമ്പിനൊക്കെ ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ നീർക്കോലി ആയിരിക്കും, പക്ഷെ പാമ്പ് ഇങ്ങനെ വെള്ളത്തിന് പുറത്തേക്ക് വരുമായിരുന്നു. ആ ഒരു ബോട്ട് യാത്ര എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ആ പാമ്പിനെ കണ്ടതുകൊണ്ട്. പിന്നെ ചെറിയൊരു ലേക്കാണേ, നമ്മൾ ആകുമ്പോൾ കയറി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ലെവലായിട്ടുള്ള റോഡാണ്. ഈ ഒരു ഏരിയയിൽ എപ്പോഴും നമുക്ക് ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഹൈറ്റിൽ കയറിയല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് തണുപ്പ് കൂടുതലാണ് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുതിരമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും. കുതിരമുക്ക് ഒരു നാഷണൽ ഫോറസ്റ്റ് ആണ്, ഒരു റിസർവ് ഫോറസ്റ്റ്. മൈനിങ്ങിൻ്റെ ഒക്കെ പണ്ട് വലിയൊരു സ്ഥലമായിരുന്നു ഈ കുതിരമുഖ. ഞാൻ അവിടെ നമ്മളൊരു പ്രാവശ്യം ഇതുപോലെ ആകുമ്പോൾ ആക്സിഡൻ്റ് ആയ സമയത്ത് വണ്ടി ഫുൾ ബ്ലോക്കായി. നമ്മളെ അവിടുന്ന് തിരിച്ചു വിട്ടു. വണ്ടി തിരിച്ചു വിട്ടപ്പോൾ നമ്മൾ ഈ കുതിരമുക്ക് വഴി കാർക്കള പോയി ഇറങ്ങിയിട്ടാണ് നമ്മൾ മാംഗ്ലൂർ പോയി. പിന്നെ കുറേ റൂട്ട് ഉണ്ട് കേട്ടോ, നമുക്ക് കുറേ റൂട്ട് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂർ എത്താൻ പറ്റും. ഞാൻ ജമ്പ് ചെയ്യില്ല, ഞാൻ ഈ സീറ്റ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ, നമ്മളെപ്പോലുള്ളവർക്ക് ഇരിക്കാൻ പറ്റുമെന്ന്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഇരിക്കാം. ഞാനൊന്ന് കിടന്നു നോക്കട്ടെ, കുറച്ച് സ്ഥലം തന്നെ നോക്കട്ടെ, കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. അവളെനിക്ക് സ്ഥലം തരുന്നില്ല. ഞാനും കിടക്കട്ടെ കണ്ണേ. ആകത്തെ പക്ഷെ നമുക്ക് കാല് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാലിങ്ങനെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ കിടക്കാം കേട്ടോ. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് ഒരാൾക്കെങ്കിൽ. അത്യാവശ്യം കാലൊക്കെ കുറച്ച് ഹൈറ്റ് കുറവുള്ളവർക്ക് കുഴപ്പമില്ല, ഇവിടെ കിടക്കാം ബാക്കിൽ. കൺമണിന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകണമെന്നാണ് കൺമണി പറയുന്നത്. കൺമണി പറയുന്നു ഈ വീഡിയോ എടുത്ത ഉടനെ മുന്നിൽ പോയി ഇരുന്നോളാനാ പറഞ്ഞു കേട്ടോ.
നല്ല ബെഡാ കണ്ണൂനിന്റെ. ഇന്നലെ നമ്മള് മോളിൽ പോയപ്പോൾ വാങ്ങിച്ച ഒരു മാംഗോയുടെ സാധനമാണ് കേട്ടോ. ഇതിനെന്താ പറയാ, മാംഗോ സ്ലൈസ് അങ്ങനെയുള്ളൂ. മാംഗോ സ്ലൈസ്. കണ്ണു ഇത് ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. ദശു ഞാൻ ഇത്തിരി സമയം ബാക്കിൽ കിടക്കായിരുന്നു. ഞാനും കൺമുള്ളിലെ കണ്ടു. മമ്മ എവിടെ കിടന്നേ? ബെഡില്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇങ്ങനെ എരിവ് തികട്ടി വരായിരുന്നു പറ്റുന്നില്ലേ? സോഫ്റ്റ് ആണല്ലോ. ഇവിടെ നമ്മള് തീർത്ഥഹള്ളിയൊക്കെ കഴിഞ്ഞ് മണ്ട് ഗദ്ദ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. മണ്ട് ഗദ്ദ, പക്ഷെ ഇതെല്ലാം ഷിമോഗ ഡിസ്ട്രിക്റ്റ് അല്ല, മണ്ട് ഗദ്ദ. അപ്പം മണ്ട് ഗദ്ദ അല്ലെ, അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല തെളിഞ്ഞ ആകാശമാണ്. നമ്മള് ഷിമോഗ എത്താറായിട്ടോ. ഇപ്പൊ സഹ്യാദ്രി കോളേജൊക്കെ കഴിഞ്ഞ്, സഹ്യാദ്രിയിലൊക്കെ ഒരുപാട് മലയാളീസ് ഒക്കെ പഠിക്കുന്ന ഒരു കോളേജാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഷിമോഗ എൻട്രി ആവാൻ പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷിമോഗ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഷിമോഗയ്ക്ക് മുന്നേ കുറച്ചുകൂടി തീർത്ഥഹള്ളിയൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ഡൈവേർഷൻ എടുക്കണമായിരുന്നു. പക്ഷേ ആ റോഡ് ഞങ്ങൾ രണ്ടുപേരും മറന്നുപോയി. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് കണ്ട റോഡിലൂടെ വന്നു. നമ്മൾ സക്രബൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, ഈ സക്രബൈലൊന്നും ശരിക്കും വരില്ലല്ലോ നമ്മളെ റൂട്ടിലൊന്നും. അപ്പോൾ പിന്നെ ഷിമോഗ വരാതെ വേറെ ഓപ്ഷനില്ല. അങ്ങനെ ഷിമോഗ വന്നു. ഇനി നോക്കി ഇവിടുന്ന് ഹൊണ്ടാളി വഴിയും പോവാം. നമ്മളിവിടുന്ന് ചെന്നഗിരി എന്ന് പറഞ്ഞൊരു റൂട്ട് എടുക്കുന്നത്. ഇവിടുന്ന് ചെന്നഗിരി 50, പിന്നെ ചെന്നഗിരിന്ന് ദാവണഗിരി 60. ഇനി ഒരു 110. ഷിമോഗ നമ്മൾ ടൗണിൻ്റെ അകത്ത് പോയിട്ടില്ല. അവിടുന്ന് ഒരു ഡൈവേർഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു റോഡ് വഴി. നമ്മൾ ഇത് ബാംഗ്ലൂർ ഷിമോഗ, പക്ഷെ ഇത് ബാംഗ്ലൂർ ഷിമോഗ റോഡല്ലോ. ബാംഗ്ലൂർ ഷിമോഗ റോഡിൽ കയറി. എന്താ കാണിക്കണ്ടേ? എല്ലാരും കണ്ടു കൺമണിന്റെ ബെഡ്. ഉറങ്ങാണോ? ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. എന്താ പറയണ്ടേ? എന്താ? കൺമണി ഉറങ്ങാണേ. എന്താ കൺമണി ഉറങ്ങിട്ടോ ഇവിടെ? ഉറങ്ങിക്കോ. എല്ലാരും കേട്ടു കൺമണി ഉറങ്ങാന്ന്, എല്ലാരും അറിഞ്ഞു. ഈ ഒരു കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ സുബയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, സുബയ്യ മെഡിക്കൽ കോളേജ് ഷിമോഗയില്. ഞാൻ റീസെൻ്റ്ലി ആരോട് സംസാരിച്ചപ്പം ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചു സുബയ്യയിലാണ് പഠിച്ചതെന്ന്. ഓർമ്മ കിട്ടുന്നില്ല. ನಾವು ಸಕ್ರೆಬೈಲಿಗೆ ಹೀಗೆ ಬಂದ್ವಿ, ನೆನಪಿದ್ಯಾ ಅಲ್ವಾ? ഞങ്ങൾ കുറേ നാൾ മുന്നേ. ಅವಾಗ ಕಣ್ಮಣಿ ಎಷ್ಟು ವರ್ಷ ಆಯಿತು? മേ ബി 2 years അല്ലേ? 2 വർഷമായി വന്നിട്ടല്ലേ? 2 years ബിഫോർ നമ്മളിവിടെ സക്രബൈൽ എന്ന് പറഞ്ഞൊരു എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്. അപ്പം അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാനും അസും കൺമണി. അപ്പോൾ കൺമണി ചെറുതാ, 2 വയസ്സ് കഴിഞ്ഞത്, അങ്ങനെയുള്ളൂ. അതും ഇതേ റൂട്ടിലാണ് നമ്മൾ വന്നത്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് അശു? ഇനി 55 കിലോമീറ്റർ ഉണ്ട്. ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു അല്ലേ? ഒന്നാമത് ഭയങ്കര ഹെവി ഫുഡ് കഴിച്ചു. ഹെവി ഫുഡ് അല്ലേ ഉച്ചക്ക്. സോ ഇറ്റ്സ് ലൈക്ക് സ്ലീപ്പി. സ്ലീപ്പി മോഡ്. കണ്ണ് നല്ല ഉറക്കാണ് കേട്ടോ. എന്ത് നന്നായി യേശു ഇത് വാങ്ങിച്ചത്. ബെഡല്ലേ?
എന്ത് സുഖമായിട്ടവൾ ഉറങ്ങുന്നത് നോക്കും. എന്താണെന്നറിയോ, നമ്മളിപ്പം കർവിങ്ങിലൊക്കെ വരുമ്പം ഞാനും ആ സമയത്ത് ബാക്കിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഉറങ്ങുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ നിരപ്പായിട്ടുള്ള സ്ട്രെയിറ്റ് റോഡിൽ, സ്ട്രെയിറ്റ് ഹൈവേയിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ഞാനിത് വാങ്ങിച്ചപ്പം ഞാൻ അശ്വിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഓർഡർ ചെയ്തപ്പോൾ. ഞാൻ ആരോടും പറയാതെ ഓർഡർ ചെയ്ത സംഭവം. അപ്പോൾ ആദ്യം അശ്വിനോട് വഴക്ക് പറഞ്ഞു. എന്നോട് പറഞ്ഞു അത് എന്തിനാണ് വാങ്ങിച്ചത്, സീറ്റ് ഉണ്ടല്ലോ ഒക്കെ എന്ന് പറഞ്ഞ് എൻ്റെ വഴക്ക് പറഞ്ഞു അല്ലേ. എനിക്ക് ബൈറ്റല്ല പർച്ചേസിങ് ദാറ്റ്. ചീത്ത പറഞ്ഞു, എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഇന്ന് രാവിലെയും ചീത്ത പറഞ്ഞു. എന്തിനാ പറ, അത് എയർ ഫിൽ ചെയ്യുമ്പോ ഇന്ന് രാവിലെ തന്നെ ചീത്ത വിളിച്ചു അല്ലേ. പേഷ്യൻസ് ഇല്ലാത്തോണ്ട് അശ്വിനി ഭയങ്കര ക്ഷമ കുറവാണ്. അപ്പം നമ്മൾ നാട്ടിൽ ചൂടല്ലേ, മഴ ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ, കാരണം നമ്മുടെ വണ്ടിയിൽ കണക്ട് ചെയ്ത് മാത്രമല്ലേ അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചൂടെടുക്കുന്നു, മതി, ഇതൊന്നും വേണ്ട, നമുക്ക് ദാവൺഗിരി പോയിട്ട് അത് മറ്റേ ഫില്ല് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ. ചീത്ത കളിച്ചില്ലേ. ഇപ്പം നോക്ക് കുട്ടി സുഖമായിട്ട് ഉറങ്ങുന്നു നോക്ക്. അങ്ങനെ നമ്മൾ ദാവൺഗിരിയോട് അടുത്തടുത്തടുത്തടുത്ത് എത്തിയിട്ടോ. സമയം 6:30, 7 മണിയാവുമ്പോഴേക്കും എത്തുമായിരിക്കും അല്ലേ. 7 വിൽ റീച്ച് നോ. 7 മണിയാകുമ്പോഴേക്കും എത്തുമായിരിക്കും. ഇവിടെ ഇരുട്ടൊന്നും വേണ്ടില്ല കേട്ടോ, നല്ല വെളിച്ചുണ്ട് പുറത്ത്. ഞാനിപ്പം ദാവൺഗിരിയുടെ ഒരു ലാൻഡ്സ്കേപ്പ് കാണിച്ചു തരാം. ഇതേപോലെ തന്നെയാണ് കേട്ടോ ദാവൺഗിരി. ഇതുപോലെ കുറേ പാടം, പിന്നെ കുറേ തെങ്ങിൻ തോപ്പ്, പിന്നെ അടക്ക, ഇതൊക്കെയാണ് കേട്ടോ ദാവൺഗിരിയിലെയും ക്രോപ്സ് അതൊക്കെയാണ്. അപ്പം ഇപ്പം നമ്മളീ പോകുന്ന ഇതേപോലെ തന്നെയാണ് ദാവൺഗിരിയുടെ ഔട്ട്സ്കേർട്സിലുള്ള വില്ലേജസും, അതുപോലെ അവിടുത്തെ ഒരു കൃഷിയാവട്ടെ, അതൊക്കെ ഇതുപോലെയാണ് കേട്ടോ. കാണിച്ചു തരാം. കണ്ട് ഇവിടെയൊക്കെ കുറേ അടക്കത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അടക്കയാണ്, പിന്നെ തെങ്ങുണ്ട്. ഇതൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ദാവൺഗിരിൻ്റെ സിറ്റിയുടെ പുറത്തൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളാണ്. അവിടുത്തെ ഒരു വില്ലേജ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ്. അവിടെ ഇതൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ദാവൺഗിരി എഴുതിയിട്ടുണ്ടോ? ദാവൺഗിരി 47. രാത്രി കഴിക്കോ? ഫുഡ് വേണ്ട? വിശക്കൂല? വിശന്ന എന്ത് ചെയ്യും? വിശന്നാലോ പിസ്സ വാങ്ങിക്കോ? വിശന്ന പിസ്സ ആയിരിക്കില്ലേ? ചിലപ്പോൾ ഞാൻ പിസ്സ എന്ന് പറയുന്നത് കേട്ടിട്ട് പുറകുന്ന ഒരാൾ എഴുന്നേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് വിശന്ന പിസ്സ വാങ്ങിക്കാൻ ഇഷ്ടം. നിനക്ക് വിശക്കും ഉറപ്പാണ്. അശ്വന് വിശക്കും. അശ്വ ഇപ്പം പറഞ്ഞ വിശക്കൂലാന്നേ. അശ്വന് ഞാൻ ഒന്നും കഴിക്കൂല. പക്ഷെ നാളെ ഇന്നാ ഫ്രം ടുമോറോ സ്ട്രിക്റ്റ് ഡയറ്റീഷ്യൻ. ഓക്കെ, നമുക്കിനി വീട്ടിലെത്തുമ്പോൾ കാണിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ എന്തൊക്കെ സാധനം വാങ്ങിച്ചതൊക്കെ കാണിക്കാം. കാരണം എനിക്ക് പോയിട്ട് അതൊക്കെ എടുത്ത് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം, എന്തൊക്കെ വാങ്ങിച്ചു നാട്ടിൽ നിന്ന്. അതൊന്നും ഞാൻ അവിടെ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ എനിക്ക് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാം ഞാൻ നന്നായിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. കണ്ണാ എണീക്ക് മോനെ. ബാ, ദാമേരെത്തി ബാ, ദാവൺഗിരി എത്തി ബാ. ചെരുപ്പ് വേണ്ട മോനെ? വേണ്ട, ബാ. ನಲ್ಲೋಣ ಉರಂಗಿಲ್ಲ ಸೊತ್ತು ಅಶು ನಿಮ್ದೇನೋ ಹಳೆ ನೈಟ್ ಎಲ್ಲ ಹರಿದು ಬಿಸಾಕ್ತಾನಂತ. ಇದ್ರಲ್ಲಿ 2 ಅನಿತಮ್ಮನಿಗೆ 2 ನಿಮಗೆ. ಅದು ಅಂದ್ರೆ ಇದರಲ್ಲಿ 2 ನೀವು ತಗೊಳ್ರಿ, 2 ಅನಿತಮ್ಮನಿಗೆ ಇಟ್ಕೊಳ್ರಿ. ಎಲ್ಲ ಸೇಮ್ ಲೆಂಗ್ತ್. ಅನಿತಮ್ಮನಿಗೆ ಸಣ್ಣ ತಗೋಬೇಕಂದ್ರೆ ಇರಲಿಲ್ಲ. ಥ್ಯಾಂಕ್ ಯು ಸ್ವಾತಿ, ಥ್ಯಾಂಕ್ ಯು.
ഞാൻ വാങ്ങിച്ച സാധനമൊക്കെ എല്ലാം എടുത്ത് വെക്കണം. ഇത് ഞാൻ ഇന്നലെ ഇവിടെ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇതൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇത് മില്ലറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് വാങ്ങിച്ചു. ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഒരു പാക്കറ്റേ വാങ്ങിച്ചുള്ളൂ. ഇതില്ലിടതാ ನೀವು ಸಿಸ್ಟರ್ಸ್ ನಮ್ಮನ್ನ ನೋಡ್ಬೇಕು, ನಮ್ಮನ್ನ ನೋಡಿ ನೀವು ಕಲಿಬೇಕು. നമ്മൾ 3 സിസ്റ്റേഴ്സിൻ്റെ ഞാനിത് ഫ്രിഡ്ജ് മാഗ്നറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കൊളാബിന് വേണ്ടി അയച്ചു തന്നാണ്. അപ്പോൾ ഞാൻ അതിലൊരു ഫോട്ടോ ഇതാണ് കൊടുത്തത്. അപ്പോൾ അമ്മയ്ക്ക് നമ്മളോട് കുശുമ്പ്. അമ്മ പറയുന്നു അമ്മയ്ക്ക് 2 അനിയത്തിമാരുണ്ട്, പക്ഷെ അവർക്ക് ഇതുപോലത്തെ നല്ല ഫോട്ടോ ഇല്ല. നല്ല ഫോട്ടോ നമുക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കുശുമ്പ് ಅಲ್ಲ ನಿಮಗೆ ಜಲಸಿ. ನೀವು 3 ಜನದ ಫೋಟೋ ಇಲ್ಲ, ನಮ್ಮ 3 ಜನದ ಅಷ್ಟೇ. സമയം നമ്മളൊരു 8 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ എടുത്ത് വെച്ചു. ബെഡിൽ വിരിപ്പൊക്കെ വിരിച്ച് സെറ്റാക്കിട്ടോ. അശ്വിനും കുളിയൊക്കെ കഴിഞ്ഞു, കൺമണിയുടെയും കുളി കഴിഞ്ഞു. നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി. അശ്വു ഈ ബാവുമ്മേ ഭയങ്കര ടയർഡാണ് കേട്ടോ. എന്താ പ്ലാൻ? യു ഗോയിങ് ഫോർ ഫുഡ്? അശ്വിനി വിശക്കുന്നുണ്ട്. പിടിക്കോ? അതിൻ്റെ ഇടയ്ക്ക് അതും നടന്നു കേട്ടോ. ഇല്ല കറക്റ്റ് ഇത്. അവൻ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഇവിടെ വിട്ടിട്ട് നേരെ പോയി സാധനമൊക്കെ മുകളിൽ തന്നിട്ട് പെട്ടെന്ന് പോയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് വന്നു. ഇനിയിപ്പോൾ എങ്ങോട്ടാ? പണ്ട് നമ്മൾ ഷോർട്സിലൊക്കെ ഞാൻ കാണിച്ചൊരു സ്ഥലമുണ്ടല്ലോ, ഒരു ജംഗ്ഷനിൽ, അവിടെ പോവാം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നെ വിളിച്ചു, എനിക്കിഷ്ടമില്ല, ഞാൻ വരുന്നില്ല. കൺമണീൻ്റെ ടോയ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇവിടെ എന്ത് ചെയ്യണേ? ഞാൻ സൂട്ട് കേസ് ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഇനി നാളത്തെ പരിപാടിയാണ്. ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ. എനിക്കൊന്നും വിശക്കുന്നൊന്നുമില്ല. ഞാനും കൺമണി ഒന്നും കഴിച്ചില്ല, ഫുഡൊന്നും കഴിച്ചില്ല. അശ്വിൻ കൊണ്ടുവന്നൊരു പ്രോട്ടീൻ ബാർ ഉണ്ടായിരുന്നേ, അത് കഴിച്ചു. യോഗ ബാറോ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു സംഭവം. ഞാനത് കഴിച്ചു. അശ്വിൻ പുറത്തുവരെ കഴിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങിയാൽ മതി, ഭയങ്കര ക്ഷീണം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പം എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലാവട്ടെ പേഴ്സണൽ മെസ്സേജൊക്കെ ആയിട്ട് കുറേ പേര് വരുന്നുണ്ട്. അതായത് ഞാനായിട്ട് അവരൊക്കെ കണക്റ്റ് ആവുന്നുണ്ടെന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത്. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം. അങ്ങനെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്ന ആ ഒരു എഫേർട്ടൊക്കെ എനിക്കതൊക്കെ വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരു മിനിറ്റ് മതി. ഒരുപാട് സന്തോഷം. ഇനിയും എനിക്ക് ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൺമണി ഇവിടെ എന്തൊക്കെയോ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ. താങ്ക് യു സോ മച്ച്.